നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് കഴിഞ്ഞപ്പോൾ ഫുട്ബോൾ പ്രേമികൾ ആവേശത്തിലാണ്. കാരണം കിടിലൻ പോരാട്ടങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനിയുള്ള ചോദ്യം, എന്നാണ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ, എന്നാണ് സെമി ഫൈനൽ മത്സരങ്ങൾ, എന്നാണ് ഫൈനൽ മത്സരം? നമ്മളൊന്ന് പരിശോധിക്കുന്നു പ്രധാനപ്പെട്ട ഡേറ്റുകൾ. ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരം വരുന്നത് ഏപ്രിൽ 9, 10 തീയതികളിലാണ്. ദെൻ രണ്ടാം പാദ മത്സരം ഏപ്രിൽ 16, 17 തീയതികളിലായിട്ട് നടക്കും. അങ്ങനെ ക്വാർട്ടർ ഫൈനൽ കഴിഞ്ഞിട്ട് സെമി ഫൈനൽ മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഏപ്രിൽ 30, മെയ് 1. ഇതാണ് ആദ്യപാദ മത്സരങ്ങളുടെ ഡേറ്റ്. രണ്ടാം പാദ മത്സരം മെയ് 7, മെയ് 8 തീയതികളിലായിട്ട് നടക്കും. പിന്നെ ഫൈനൽ മത്സരം ജൂൺ 1 ഇത്തവണത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരം നടക്കുന്നത്. എന്തായാലും ക്വാർട്ടറിൽ കിടിലോൽക്കിടൽ മത്സരങ്ങൾ നമ്മുടെ മുന്നിലേക്ക്. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ എതിരാളികൾ ബൊറൂസിയ ഡോർട്ട്മുണ്ട് ആണെങ്കിൽ ആഴ്സണലിന്റെ എതിരാളികളായിട്ട് ബയേൺ മ്യൂണിക്ക് ഒരിക്കൽ കൂടി വരുന്നു. റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ നേർക്കുനേർ വരുമ്പോൾ പാരീസ് സെന്റ് ജർമ്മന്റെ എതിരാളികൾ FC ബാഴ്സലോണയാണ്. കാത്തിരിക്കാം യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ തീപ്പൊരി പോരാട്ടങ്ങൾക്കായി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.